എൻ്റെ പേര് മിക്കവരും സാലി എന്നാണ് ഉച്ചരിക്കുന്നത്. എൻ്റെ പേര് ആക്ച്വലി സലി എന്നാണ്. ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കവിത ഫ്ലാഗ് മാർച്ച്. 31 വർഷത്തെ എൻ്റെ സർവീസ് ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച നിരവധി കലാപകലുഷിതമായ അന്തരീക്ഷങ്ങൾ, അതായത് 1991 ഞാൻ ഇന്ത്യൻ സൈന്യത്തിൽ ജോയിൻ ചെയ്യുന്നത്. ആ 1991 തന്നെ രാജീവ് ഗാന്ധി വധിക്കപ്പെടുന്നു. അതിനോടനുബന്ധിച്ച് നടന്ന ദക്ഷിണേന്ത്യക്കാർക്കെതിരെയുള്ള ഉത്തരേന്ത്യയിൽ നടന്ന കലാപങ്ങൾ. വീണ്ടും 1992 ഡിസംബർ 6 ഞാൻ ലക്നൌവിൽ ഡ്യൂട്ടിയിലായിരിക്കുമ്പോഴാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത്. അന്ന് ബാബറി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ LK അദ്വാനി, ഉമാഭാരതി, മുരളി മനോഹർ ജോഷി ഈ 3 പേരും അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്നു. ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ അവർ കുടത്തിൽ നിന്നും തുറന്നുവിട്ട ഭൂതത്തെ, അയോധ്യ എന്ന ചെറുനഗരത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന്. അവിടെയൊന്നും ആളുകൾ പറയുന്നോട്ട് ഇന്ത്യൻ സൈന്യം ആ പരിസരങ്ങളിൽ ഉണ്ടായിരുന്നില്ല. കേന്ദ്ര സേനകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാം വളരെയധികം ദൂരത്തിലായിരുന്നു. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് കലാപങ്ങളുടെ നീണ്ട കുത്തൊഴുക്കായിരുന്നു. ബോംബെ കലാപം, പിന്നെ അതിനുശേഷം വന്ന കാർഗിൽ യുദ്ധം, പാർലമെൻറ്റ് അറ്റാക്ക്, ഗുജറാത്ത് കലാപം. 1991 മുതൽ 31 വർഷം 2021 വരെ മണിപ്പൂർ കലാപങ്ങൾ, നാഗാലാൻഡ്, ആസാമിലെ കലാപങ്ങൾ. ഞാനൊന്നും ഒരു ജീവിതം ജീവിച്ചിട്ടില്ല. ജീവിക്കാൻ മറന്നുപോയ വ്യക്തികളാണ്. കലാപത്തിലും സംഘർഷഭരിതമായ ജീവിതാന്തരീക്ഷത്തിലൂടെ കടന്നു പോയപ്പോൾ എനിക്കെല്ലാം തോന്നിയൊരു വസ്തുത, ഭരണകൂടത്തിൻ്റെ നിശബ്ദത മൂലം നിസ്സഹായനായി പോയ ഒരു സൈനികനാണ് ഞാനെന്ന്. ഭരണകൂടത്തിൻ്റെ നിശബ്ദത കൊണ്ട് ഒരു ജനതയെ എനിക്ക് സഹായിക്കാൻ പറ്റിയില്ലല്ലോ എന്ന ഒരു പാപബോധം, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് എൻ്റെ ഫ്ലാഗ് മാർച്ച് എന്ന ഈ കവിത. ഫ്ലാഗ് മാർച്ച്. കലാപാഗ്നിയുടെ കനത്ത പോറ്റുരലുകളാൽ നക്ഷത്രങ്ങൾ മൂടപ്പെട്ട രാവിലാണ് ആദ്യമായ തെരുവിൽ ബൂട്ടുകൾ ഒരേ താളത്തിൽ മാർച്ച് ചെയ്യപ്പെട്ടത്. കബന്ധങ്ങൾ ഇടുന്ന തെരുവിൽ ദൃശ്യപരത നൽകാൻ കലാഭക്തി ഒരു കനലായി ജ്വലിച്ചു. കബന്ധങ്ങൾ കാവൽ കിടന്ന തെരുവിൽ ദൃശ്യപരത നൽകാൻ കലാഭക്തി ഒരു കനലായി ജ്വലിച്ചു. കത്തിയമർന്ന തെരുവിൽ കമാൻഡറുടെ കൂട്ടിൽ ആദ്യം പതിഞ്ഞത് കൂട്ടബലാത്സംഗത്തിൽ കൊല്ലപ്പെട്ടവളുടെ അടിവസ്ത്രം. വേർഡ് ഓഫ് കമാൻഡിനെ നിശബ്ദമാക്കി തെരുവിൽ അനാഥയാക്കപ്പെട്ട പിഞ്ചുകുഞ്ചിൻ്റെ രോധന. ഡീസലിൽ വെന്ത മനുഷ്യമാംസം ഭക്ഷിക്കുവാനാകാതെ വട്ടമിട്ട് പറക്കുന്ന ശാമന്തീനെ കഴുകന്മാർ. ഖനനം ചെയ്തെടുത്ത സ്തൂപങ്ങളും ശിലാഫലകങ്ങളും രാമൻ്റെയും റഹീമിൻ്റെയും രക്തത്തിൽ പങ്കില്ലെന്നാർത്ത് വിളിച്ചു. ഖനനം ചെയ്തെടുത്ത സ്തൂപങ്ങളും ശിലാഫലകങ്ങളും രാമൻ്റെയും റഹീമിൻ്റെയും രക്തത്തിൽ പങ്കില്ലെന്നാർത്ത് വിളിച്ചു. ജീവനവശേഷിക്കാത്ത തെരുവിൽ ഫ്ലാഗ് മാർച്ച് നിശബ്ദം കടന്നു പോകുമ്പോൾ കമാൻഡർ സ്വയം ചോദിച്ചു കൊണ്ടിരുന്നു, ജീവനുള്ളവർക്കായി ഇന്നലെ എന്തുകൊണ്ട് ഈ തെരുവിൽ ബൂട്ടുകൾ മാർച്ച് ചെയ്യപ്പെട്ടില്ല? ജീവനവശേഷിക്കാത്ത തെരുവിൽ ഫ്ലാഗ് മാർച്ച് നിശബ്ദം കടന്നു പോകുമ്പോൾ കമാൻഡർ സ്വയം ചോദിച്ചു കൊണ്ടേയിരുന്നു, ജീവനുള്ളവർക്കായി ഇന്നലെ എന്തുകൊണ്ട് ഈ തെരുവിൽ ബൂട്ടുകൾ മാർച്ച് ചെയ്യപ്പെട്ടില്ല? നന്ദി, നമസ്കാരം. ചെയ്തു.